പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടുകൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം, മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണമാണ്. ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു അത്. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർഎസ്എസിന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു. വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി. ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ ബൈക്കുകളും ഇന്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂ മാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലാം, കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നു, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളു, പേരാമ്പ്രയിൽ സൽമാൻ മാളു, ലീഗ് പ്രവർത്തകനായ മിൻഹാജ് KM, ബിജിൻ തോമസ്, ഷെരീഫ് വലിയക്കോട്, മുഹമ്മദ് അബ്നാർ, ഐസക് മാത്യു, ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പേരുകളുണ്ട്, ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല. തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ, AI സംവിധാനത്തോടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശയങ്ങളുണ്ട് എന്ന കാര്യം CPM തന്നെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ
മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് സിപിഐഎമ്മും ഇടതുപക്ഷ പാർട്ടിയും. ഈ വടകര പാർലമെന്റ് നിയോജകമണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ കോലീബി സഖ്യത്തിന്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവാതെ 2025 ഡിസംബറിൽ മാത്രം 1-ാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം 2024 ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും ബിജെപി സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. കോൺഗ്രസിന് പോലും പിന്നീട് അവരുടെ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം. നിങ്ങൾക്കറിയാം, രഥയാത്ര തടഞ്ഞതിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ VP സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടുവന്നത് ആ മന്ത്രിസഭയെ നിലം പതിപ്പിച്ചത് കോൺഗ്രസും ബിജെപിയും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDP-യുടെയും കൂട്ടുകക്ഷിയെ പോലെയാണ് ലീഗും കോൺഗ്രസും പ്രവർത്തിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് 2.8% വോട്ട് അവർക്ക് കുറഞ്ഞിട്ടും ചില മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. വ്യാജ വാർത്തയും വ്യാജ ID കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ID കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തത വന്നതാണ്. ഇപ്പോഴ് കാഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് LDF കമ്മിറ്റി തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല.
ഒരു ദിവസം എന്നെ ഒരു പത്രത്തിന്റെ പ്രതിനിധി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതായി ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുടെ ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിന്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പല കേസുകളിലും ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം AKG സെന്ററിന്റെ മേലെ നടന്ന ബോംബാക്രമണവും അക്രമ സമീപനവും. എന്തായിരുന്നു മാധ്യമങ്ങളുടെ വിശകലനം? പാർട്ടി നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അക്രമം നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചവരാണ് നിങ്ങളെല്ലാവരെയല്ല ഞാൻ പറയുന്നത്. ഒരു വലിയ വിഭാഗം തന്നെയാണ് പ്രചരിപ്പിച്ചത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ചവർ തന്നെ അതിനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ പിന്നെ ആദ്യം പ്രചരിപ്പിച്ച മാധ്യമ ശൃംഖലകൾക്കൊന്നും മുണ്ടാട്ടില്ല. ഇതാണ് കേരളത്തിന്റെ ഒരു സ്ഥിരം സമീപനം. പറയേണ്ടത് മുഴുവൻ പറയുക, വസ്തുത പുറത്തു വരുമ്പോൾ പിന്നെ മുണ്ടാണ്ടിരിക്കുക. പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് CPM-ന്റെ അഭിപ്രായം. ഇതിന്റെ മേലെ പിന്നെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ഷെയർ ചെയ്തത്, എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മിണ്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർ ജോ ജോസഫിനെതിരായിട്ട് അശ്ലീല പ്രചരണം ആദ്യം തുടങ്ങിയത് വടകരയ്ക്ക് മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലയിലുണ്ടായത്.